ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസ്സി ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്ക് സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ ആണ് നാളെ നടക്കാൻ പോകുന്നത്. സോ സോഷ്യൽ സയൻസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സെക്കൻഡ് ചാപ്റ്റർ. എല്ലാവർക്കും ചാപ്റ്റർ നെയിം അറിയാം. നോക്കൂ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ? പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതിലേക്കുള്ള ഒരു ചോദ്യം മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചോദ്യം എല്ലാ ആൾക്കാരും ചോദിച്ചോളൂ. Explain the circumstances that led to the strengthened Indian nationalism based on the given hints. മകളെ, ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. ഇതാണ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യം. എന്നിട്ട് അതിൽ ചോദിക്കുന്ന ഹിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിനെ കുറിച്ച്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ച്. അപ്പൊ നമ്മൾ നോക്കണം, ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക നയം, അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇത് എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണലിസം വളർന്നു വരുന്നതിന് സഹായിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ ദേശീയത എങ്ങനെ വളർന്നു വരാൻ ഇത് സഹായിച്ചു, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പറയേണ്ടത് ഇതേപോലെ തന്നെ എക്കണോമിക് പോളിസിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷേഴ്സ് ഇതേപോലെ തന്നെ ഒരുപാട് എക്കണോമിക് പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്ത് ഈ പറഞ്ഞു കൊണ്ടുവന്ന എക്കണോമിക് പോളിസീസിയുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ നന്നാക്കുക എന്നുള്ളതല്ല, പകരം എന്താണ്, ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഫസ്റ്റ് പോയിന്റ് മക്കളെ. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ എയിം ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ വന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായിരുന്നു എയിം എന്ന് പറയുന്നത്. അതായിരുന്നു എക്സ്പ്ലോയിറ്റേഷൻ ആണ്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യക്കകത്ത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു ദ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അപ്പോൾ ഓർത്ത് വെച്ചോളം, അവർ സ്വീകരിച്ച നയങ്ങൾ ഇതേപോലെ തന്നെ ഇന്ത്യക്കകത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമായിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ തോത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. മക്കൾസെ, നിങ്ങൾ നോക്കൂ, ഏകദേശം ഒരു 2 crore പീപ്പിൾ ഇതേപോലെ തന്നെ പട്ടിണി കിടന്ന് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കകത്ത് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കൃത്യമായിട്ട് തുറന്നു കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഏർലി ലീഡേഴ്സ് ഉണ്ട്, ആദ്യകാല നേതാക്കന്മാരുണ്ട്. അവരാരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കൂ, ദാദാഭായ് നവറോജി ഉണ്ട്, MG റാനഡെ ഉണ്ട്, RC ദത്ത് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് അറിയുന്ന ഒരാളാണല്ലോ ആര്, നമ്മുടെ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ ഫേമസ് ആയിട്ടുള്ള തിയറി എല്ലാവർക്കും അറിയുന്നതാണ്. ആ തിയറി അവിടെ ഓർത്ത് വെച്ചോളൂ, ദാറ്റ് ഈസ് ഡ്രെയിൻ തിയറി. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ തിയറിയുടെ പേരാണ് ഡ്രെയിൻ തിയറി. ഈ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ചോർച്ചാ സിദ്ധാന്തം എന്നാണ്. എന്താ വിളിക്കുക, ചോർച്ചാ സിദ്ധാന്തം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ, ചോർച്ചാ സിദ്ധാന്തം. മക്കളെ, ഈ ചോർച്ചാ സിദ്ധാന്തം മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് അവിടെ കൊടുക്കുന്നുണ്ട്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർ എങ്ങനെ സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രെയിൻ തിയറിയിലൂടെ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് എന്ന് തന്നെ ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ വയോധികൻ എന്നാണ് നമ്മൾ ദാദാഭായ് നവറോജിയെ വിളിച്ചത്. റെഡി. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോടിപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഏതിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്? ഫസ്റ്റ് വൺ, സാമ്പത്തിക നയത്തിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതിയത്. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ചാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് അല്ലേ. പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ എന്താണ്, ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്ത് തന്നെയാണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കകത്ത് അവരുടെ ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1835 1835 ബ്രിട്ടീഷുകാർ ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, നമ്മൾ നന്നാക്കാനാണോ? ഒരിക്കലും അല്ല. അവർക്ക് കുറഞ്ഞ റേറ്റിൽ ഇതേപോലെ തന്നെ കുറഞ്ഞ എമൗണ്ടിൽ അല്ലെങ്കിൽ സാലറിയിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, അവരോട് ഭയങ്കരമായിട്ട് എന്താണ് ഇതേപോലെ തന്നെ സ്നേഹമുള്ള ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നത് അല്ലേ.
അപ്പോൾ മക്കളെ അതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് നമുക്കും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ, നമുക്കും കുറേ ലോക വിവരങ്ങൾ നമുക്കും അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ പറയുന്നു ഓൺ 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് പ്രൊപ്പഗേറ്റഡ് ദ ബ്രിട്ടീഷ് ഹൈലൈറ്റ് ദെയർ സുപ്പീരിയോറിറ്റി ആൻഡ് സബ്ജുഗേറ്റ് ഇന്ത്യൻ കൾച്ചറലി മോൾഡ് എ സെക്ഷൻ ഓഫ് ഇന്ത്യൻസ് ഹൂ വുഡ് ബി സിംപതറ്റിക് ടു ദം. അപ്പം നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനാണ് ബ്രിട്ടീഷുകാർ 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കൂ. ഇംഗ്ലീഷ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് become conscious of democracy, freedom, egalitarianism and equal justice and scientific temper and civil rights അല്ലേ. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെ, വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, അവർ ഈ പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഇന്ത്യക്കാരെ ജനാധിപത്യം എന്താണ്, സ്വാതന്ത്ര്യം എന്താണ്, സ്ഥിതി സമത്വം എന്താണ്, തുല്യനീതി എന്താണ്, ശാസ്ത്രബോധം എന്താണ്, പൗര അവകാശം എന്താണ് എന്നിവയെ കുറിച്ചൊക്കെ ബോധവാന്മാരായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാർ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തരുന്നത് അവർക്ക് തന്നെ പാരയാവുകയാണ് അല്ലെ. ബ്രിട്ടീഷുകാർക്കിലൂടെ നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് പുരോഗമനം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി മക്കളെ നോക്കിയോളൂ, ആ സമയത്ത് ഇന്ത്യൻസ് ചിന്തിക്കുകയാണ്, ഇന്ത്യൻസ് കോൺസ്റ്റന്റ്ലി ടോക്ക്ഡ് അബൌട്ട് ദ നീഡ് ടു എൻഡ് ദ ബ്രിട്ടീഷ് റൂൾ. ആ സമയത്ത് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഇന്ത്യക്കാർ നിരന്തരം എന്ത് ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നെങ്കിലും എന്ത് ചെയ്യണം, തുരത്തി ഓടിക്കണം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇന്ത്യക്കാരുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്. അത് മാത്രമല്ല മക്കളെ, ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ലാംഗ്വേജ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫോർ പീപ്പിൾ കമ്മിങ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. മക്കളെ, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രദേശത്തു നിന്ന ആളുകൾക്ക് ഇതുപോലെ തന്നെ ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായിട്ട് ആര് മാറി, ഇംഗ്ലീഷ് മാറി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പൊതുഭാഷയായിട്ട് എന്ത് ചെയ്യുന്നു, ആ സമയത്ത് മാറുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ മക്കളെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, Western education helps to Indians understand the എക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ് ഓഫ് ദി കൺട്രി. അത് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാനും ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിച്ചു എന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മക്കളെ ഓർത്ത് വെച്ചോളൂ, ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അത് എത്ര മാർക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും. ആ രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, റെഡി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ എല്ലാ ആൾക്കാരും നോക്കിക്കൊള്ളൂ, നിങ്ങൾ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. നോക്കൂ, നെയിം the viceroy who partitioned Bengal. How did the partition Bengal strengthen the Swadeshi movement? മക്കളെ നമുക്കറിയാം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്, ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയത് എങ്ങനെയാണ് നമുക്കറിയാം. 1905 ഒക്ടോബർ 16 ബംഗാൾ എന്ന് പറയുന്നത് 2 പ്രദേശമായിട്ട് എന്ത് ചെയ്യുന്നത്, അതിനെ മുറിക്കുന്നത് അല്ലെ, ബംഗാൾ വിഭജനം നടക്കുന്നത്. മക്കളെ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നാണ്. ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് മെജോറിറ്റി ഉള്ള ഏരിയയെ ഈസ്റ്റ് ബംഗാൾ എന്നും, അതേപോലെ തന്നെ ഹിന്ദുസ് ഉള്ള ഏരിയയെ വെസ്റ്റ് ബംഗാൾ എന്നുമാണ് എന്ത് ചെയ്തത്, ഇവർ ഇതുപോലെ തന്നെ മുറിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൃത്യമായി മതത്തിന്റെ രീതിയിലേക്ക് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്, വിഭജിക്കുക അല്ലെങ്കിൽ ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇതിവിടെ പയറ്റിയിട്ടുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ ബംഗാളിനെ എത്രയായിട്ടാണ് മുറിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആയിട്ടാണ് മുറിച്ചത്. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും ഓർത്ത് വെച്ചോണം കേട്ടോ. ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇതുപോലെ മുറിച്ചിട്ടുള്ളത് കേട്ടോ. ഹിന്ദു മെജോറിറ്റി ഈ പറഞ്ഞ നോക്കണേ, മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയ ആണ് വെസ്റ്റ്, അതേപോലെ തന്നെ ഹിന്ദു മെജോറിറ്റി ഉള്ള ഏരിയ ആണ് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയ ആണ്, അതേപോലെ തന്നെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി ഉള്ള ഏരിയ ആണ് അല്ലേ. അപ്പൊ ഈ ഭാഗം ഈ പറയുന്ന ഈസ്റ്റ്, അതേപോലെ തന്നെ ഇത് വെസ്റ്റ് ഇല്ലേ, പേര് തന്നെ ഉണ്ട്, ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഇത് നോക്കണം, ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്, ഇത് മുറിച്ചത് ആരാന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് കേഴ്സൺ. മക്കൾ ശ്രദ്ധിക്കുക, അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കേഴ്സൺ ആണ് ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മുറിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അത് മുറിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരുടെ ഉള്ളിൽ തന്നെയാണ് ഇതുപോലെ തന്നെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. അങ്ങനെ നോക്കൂ, ഓൺ October 16, 1905, when the partition was affected, the mourning was observed throughout the Bengal. A hartal was
observed in Calcutta. മക്കൾ ശ്രദ്ധിക്കണം, 1905 ഒക്ടോബർ 16 ബംഗാളിൽ ഉടനീളം നമ്മൾ ഇതുപോലെ തന്നെ ദുഃഖാചരണം അവിടെ നടക്കുകയും അതുകൂടാതെ കൽക്കത്തയ്ക്കകത്ത് അന്ന് ഹർത്താലുകൾ ആചരിക്കുകയും ചെയ്തു. ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതുവരെ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന ആളുകൾക്കിടയിലേക്ക് നിങ്ങൾ ഇനി മുതൽ വെസ്റ്റ് പാകിസ്ഥാൻ എന്നും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ എന്നും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എന്നും മുറിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മുറിവ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടെന്നാണ് ആളുകൾ അതിനെ പ്രതിഷേധിക്കുകയാണ്. അപ്പൊ പല രീതിയിലേക്ക് ഹർത്താലുകൾ നടത്തിയും അതേപോലെ തന്നെ ദുഃഖാചരണം നടത്തിയും ആളുകൾ ഇറങ്ങുകയാണ്. ഇനി നോക്കൂ, കുറെ ആളുകൾ ചെയ്തു നോക്കൂ. People gathered street singing the patriotic song അമർ സോണാർ ബംഗ്ല കമ്പോസ്ഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. ആ സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്ന ഒരു ദേശഭക്തി ഗാനമുണ്ട്. ആ ദേശഭക്ത ഗാനം ഇതേപോലെ തന്നെ ജനങ്ങൾ തെരുവിൽ പാടിക്കൊണ്ട് എന്ത് ചെയ്തു, ജനങ്ങൾ തെരുവിൽ സംഘടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമരത്തിനൊക്കെ ഭയങ്കരമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, ഇതുപോലെ സംഘടിച്ചു. അതുകൂടാതെ നോക്കും മക്കളെ, These protests turned to a massive strike. This is known as സ്വദേശി മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പ്രതിഷേധങ്ങളാണ് പിന്നീട് ഒരു വലിയ സമരമായി മാറിയത്. ആ സമരത്തിന്റെ പേരാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ഓർത്തു വെച്ചോളൂ മക്കളെ, ഓർത്തു വെച്ചോളൂ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ബംഗാൾ പാർട്ടീഷനും ആ ബംഗാൾ പാർട്ടീഷൻ സംഭവം ഇത്രയേ ഉള്ളൂ. ബംഗാളിനെ ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ വിഭജിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ പിന്നീട് അതൊരു വലിയൊരു പ്രതിഷേധമായി മാറുന്നു. ആ പ്രതിഷേധമാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സ്വദേശി മൂവ്മെന്റ് എന്നുള്ളത്. പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മക്കൾസേ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ പോയാലോ? യെസ്, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോളൂ അടുത്ത ചോദ്യം. അടുത്ത ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? മകളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. മകളെ, എന്തൊക്കെയാണ് ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട് ലക്ഷ്യങ്ങളിലെ. ഒന്ന് ഫസ്റ്റ് വൺ നോക്ക്, ഫോസ്റ്റർ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രിയിലെ. അപ്പൊ നോക്ക്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കുക. ഒന്നാണ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഇടയിൽ ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് കേട്ടോ നമ്മളെ ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. ഇതാണ് ഇത് ഒന്നാമത്തത് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാൻ നോക്ക് മക്കളെ, ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ ഓഫ് സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രൊവിൻസ്. മക്കളെ നോക്കണം, ജാതിയുടെ മതത്തിന്റെ പ്രവിശ്യയുടെ വ്യത്യാസമില്ലാതെ ഒരു ദേശീയ ഐക്യബോധം വളർത്തുക. അതാണ് ഇത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ നോക്ക് മക്കളെ, ഫോർമുലേറ്റ് ഗിവ് ആൻഡ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് പ്രസന്റ് ദം ടു ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലേ. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നോക്ക്, ഈ പറയുന്ന പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുക, എന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻപാകെ അത് അവതരിപ്പിക്കുക. അതാണ് ഇത് അടുത്തത്. പിന്നെ അടുത്ത് നോക്ക്, ഫോം എ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഓർഗനൈസ് പീപ്പിൾ ഇൻ ദ കൺട്രി. അടുത്തത്, ഒരു രാജ്യത്തിനകത്ത് ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക, അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുക. പിന്നെ ലാസ്റ്റ് വൺ നോക്ക്, അലൗ സെന്റർ ഇൻ ഇന്ത്യ ഫോർ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അഖിലേന്ത്യാ മത്സര പരീക്ഷയ്ക്ക് ഇന്ത്യയിലും എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന INC-യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എയിംസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ള ഇത്രയും ചോദ്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് മാത്രമല്ല ഇനിയും പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന മെഗാ മാരത്തോണിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ കൃത്യം 7 മണിക്ക് മക്കൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, മെഗാ മാരത്തോണിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സോ അടിപൊളിയാക്കുക, ഉഷാറാക്കുക. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 8ാം ക്ലാസ്സിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നൊക്കെ തോന്നുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. യോധ ബാച്ചിനകത്ത് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2.0 ബാച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയ ഒരു സ്ട്രെസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ കൂളായിട്ടൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ യോധയുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. സോ ബൈ മക്കളെ, ബൈ.